കാരണം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നമ്മൾ പരിചയപ്പെട്ട രാഷ്ട്രീയക്കാരനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ അപജയം സംഭവിക്കുന്നല്ലോ. കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അപജയം സംഭവിക്കുന്നു. BJP അധികാരത്തിലെത്തുമ്പോൾ അപജയം. അപ്പം അന്ന് മുന്നോട്ട് എൻ്റെ അടുത്ത് പറയും, നീ അവനെ നമ്പരുത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം മുന്നോട്ടാ. ആക്ച്വലി ഇതിവിടെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും എൻ്റെ ഇതിപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, അത് പറയാം ഞാൻ എന്തായാലും. അത് പൊതുജനത്തിനോട് പറയാമോ എന്ന് എനിക്കറിയില്ല. പ്രണയ കാലഘട്ടം എന്ന് പറയാൻ സുരേഷ് ചേട്ടാ അത്ര റൊമാൻറ്റിക് ഒന്നും ആയിട്ട് എനിക്ക് എങ്ങും ഫീൽ ചെയ്തിട്ടില്ല. ചേട്ടൻ റൊമാൻറ്റിക് അല്ല എന്നാണ് പറയുന്നത്. അതെ, എന്തുകൊണ്ട്? ഞാൻ അന്നും ഇന്നും എപ്പോഴും സംഘടന മാത്രം. രണ്ടുപേരും അഭിഭാഷകരാണ്, നന്നായി പ്രസംഗിക്കും. ഇതൊക്കെ വീട്ടിലും ഉണ്ടോ? എൻ്റെ ഒരു കാര്യമാണെങ്കിൽ ഇവർ രണ്ടുപേരും അതുപോലെ എൻ്റെ അടുത്ത് തിരിച്ചു. എനിക്ക് തിരിച്ച് പറഞ്ഞു നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് അവിടെ കിട്ടാറില്ല, അത്രേ ഉള്ളൂ. അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പോലീസ് ലാത്തിചാർജിന് വിധേയയാകുന്ന പെൺകുട്ടി, അങ്ങനെ അടിയിട്ടി തലയൊക്കെ പൊട്ടി. സുരേഷിന്റെ തലയിൽ 5 സ്റ്റിച്ച്, എൻ്റെ തലയിൽ 2 സ്റ്റിച്ച്. നമ്മൾ ഈ ക്ലാസ്മേറ്റ് സിനിമ പോലെയാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളായണിയിലാണ്. കാർഷിക സമൃദ്ധിക്ക് പേര് കേട്ട ഇടം. ഒരു സമയത്ത് ഇടതിന് മാത്രം വേരോട്ടമുണ്ടായിരുന്ന ഈ മണ്ണിൽ ഇന്ന് കാവിക്കൊടി പാറണമെങ്കിൽ അതിന് പിന്നിൽ പ്രയത്നിച്ച ഒരുപാട് മുഖങ്ങളുണ്ട്. അങ്ങനെ ഈ കാർഷിക മണ്ണിൽ നിന്ന് വളർന്നു വന്ന, ഇപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഉന്നത പദവി വഹിക്കുന്ന സുരേഷ് ചേട്ടനും കുടുംബവുമാണ് നമുക്കിപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ മണ്ണിലാണിപ്പോൾ നിൽക്കുന്നത്. ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ ഭാര്യയുണ്ട് അഞ്ജന ദേവി, മകളുണ്ട് പ്രപഞ്ചന. ആദ്യം നമുക്ക് കുടുംബ വിശേഷങ്ങൾ തന്നെ തുടങ്ങാം. കാരണം ചേട്ടൻ എപ്പോഴും എല്ലാവരും കാണുന്നതാണ്, ചേച്ചിയും കാണുന്നതാണ്, മകളെ അങ്ങനെ കാണാറില്ല. അപ്പം ചേച്ചിയിലും തുടങ്ങാം. ചേച്ചി ഈ പറഞ്ഞതുപോലെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനാണ്. എങ്ങനെയുണ്ട് വീട്ടിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് അത്തരത്തിലൊരു ധാരണ ഉള്ളതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. പിന്നെ അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അത് നേരത്തെ തന്നെ ഞങ്ങളുടെ വിവാഹം അറിയാലോ, ABVP കാലത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ABVPയിലാണെങ്കിലും സുരേഷ് ചേട്ടൻ ഒരു മുഴുവൻ സമയ പ്രവർത്തകൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ വിവാഹത്തിന് ശേഷം കുടുംബകാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആ പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനും കൂടെയാണ്. കാരണം എന്നോട് ജോലി ചെയ്യുന്നവരൊക്കെ പറയും, ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും ഇപ്പം ഞങ്ങൾക്കൊരു സിനിമ കാണാൻ പോകാനോ അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര പോകാനോ ഒക്കെ വിളിച്ചാൽ വരുന്ന ആളാണ്. അപ്പം ഒരു കുടുംബനാഥൻ എന്ന നിലയിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതെ, ഈ പറഞ്ഞ പോലെ രണ്ടുപേരും രാഷ്ട്രീയ പ്രവർത്തകരാണ്. ABVP മുതൽ കണ്ട് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടു ഇവിടെ എത്തി നിൽക്കുന്നു? അതെങ്ങനെയാണ് വരവ്? ഞാൻ ശരിക്കും പത്തനംതിട്ടക്കാരിയാണ്. ഞാൻ കോഴഞ്ചേരി സെൻറ്റ് തോമസിലായിരുന്നു ഡിഗ്രി. അത് കഴിഞ്ഞ് ആക്ച്വലി കർണാടകയിലാണ് ഞാൻ LLB ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ 98-ൽ അവിചാരിതമായിട്ട് ഞാൻ ABVPയുടെ സംസ്ഥാന സമ്മേളന പഠന ശിബിരത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് സുരേഷ് ചേട്ടനെ അറിയാം. എൻ്റെ കോളേജിൽ സുരേഷ് ചേട്ടൻ വന്ന് വലിയൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രസംഗിക്കാനും ആളുകളെ കയ്യിലെടുക്കാനും എടുക്കാനും. അപ്പോൾ അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ താഴെയായിരുന്നു ഈ സുരേഷ് ചേട്ടൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ബഹളം കേട്ട് ഇത് ആരാണെന്ന് നോക്കാൻ വേണ്ടി, അന്ന് ഞാൻ ABVP ആണെങ്കിലും ABVPയുടെ മുഴുവൻ അങ്ങനെ സജീവമായ പ്രവർത്തനത്തില്ല. അപ്പം ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, ചേട്ടൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം അപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു ഈ പഠന ശിബിരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ഓൾറെഡി എനിക്ക് അഡ്മിഷനൊക്കെ ശരിയായിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുരേഷ് ചേട്ടനും എല്ലാവരും ABVPയുടെ മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞു, കർണാടകയിലൊന്നും പോയി പഠിക്കണ്ട, തിരുവനന്തപുരത്ത് പഠിക്കാൻ ശ്രമിച്ചുകൂടെ. അപ്പോൾ ആ വാക്കും കേട്ടാണ് സത്യം പറഞ്ഞാൽ കിട്ടിയ അഡ്മിഷൻ വേണ്ടെന്ന് വെച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് LLB പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം ഈ തിരുവനന്തപുരത്ത് വന്ന് ഞാൻ ആദ്യം ഈവനിങ് കോളേജിലായിരുന്നു, LLB അക്കാഡമിയിൽ. അപ്പോൾ എനിക്ക് പകൽ മുഴുവൻ ഒരുപാട് സമയമുണ്ട്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ABVPയുടെ ഒരു സുവർണ്ണ കാലഘട്ടം കൂടിയായിരുന്നു എന്ന് പറയുന്നത്. വെച്ചാൽ എല്ലാ കോളേജിലെയും യൂണിറ്റുകൾ, എവിടെ തിരിഞ്ഞു നോക്കിയാലും ABVP പ്രവർത്തകർ,
വളരെ എന്താ പറയാ വലിയ വലിയ സമരങ്ങള്, അതെ അതെ, സുവർണ്ണ കാലഘട്ടം, പ്രണയ കാലഘട്ടം. അപ്പൊ പ്രണയ കാലഘട്ടം എന്ന് പറയാൻ സുരേഷ് ചേട്ടൻ അത്ര റൊമാൻറ്റിക് ഒന്നും ആയിട്ട് എനിക്ക് എങ്ങും ഫീൽ ചെയ്തിട്ടില്ല. കാരണം സുരേഷ് ചേട്ടൻ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ വിളിച്ചാൽ ഇന്ന് ഏത് കോളേജിൽ പോയി, ഇന്ന് ആ പോളിടെക്നിക്കിൽ പോയിട്ട് എന്തായി, അവിടുത്തെ വനിതാ പ്രവർത്തകരെ കണ്ടോ, ഇങ്ങനത്തെ സംസാരങ്ങളല്ലാതെ സുരേഷ് ചേട്ടൻ അല്ലാതെ അപ്പം ഞാൻ എനിക്ക് എപ്പോൾ ചോദിച്ചാലും സംഘടനാ കാര്യം, അങ്ങനെയുള്ള ഒരാളായിരുന്നു സുരേഷ് ചേട്ടൻ. പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുകാരുടെ മുഴുവൻ സമയം, വീട്ടുകാരുടെ ഒരു വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ എതിർപ്പുകളൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണ് കാണൽ പോലും ജീവിതത്തിൽ എനിക്ക് മിസ്സായിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്നെ ആരും പെണ്ണ് കാണാൻ പോലും വന്നില്ല. അപ്പോൾ അങ്ങനെ വിവാഹം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് നടന്നത്. അതിന് അങ്ങനെ വലിയ ഒരു ചലഞ്ചൊന്നും ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നില്ല. പിന്നെ ABVP ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ, ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചൊന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിച്ച ഒരു വിദ്യാർത്ഥി കാലഘട്ടമായിരുന്നു അത്. തിരിഞ്ഞു നോക്കുമ്പം ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊരു വലിയ മുന്നേറ്റം, ആ +2ൻ്റെ പ്രീ ഡിഗ്രി ഡീലിങ്കിങ്ങിൻ്റെ സമരമൊക്കെ വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പോലീസ് ലാത്തിചാർജിന് വിധേയയാകുന്ന പെൺകുട്ടി, അങ്ങനെ അടിയിട്ടി തലയൊക്കെ പൊട്ടി, സുരേഷിൻ്റെ തലയിൽ 5 സ്റ്റിച്ച്, എൻ്റെ തലയിൽ 2 സ്റ്റിച്ച്. നമ്മൾ ഈ ക്ലാസ്മേറ്റ് സിനിമ പോലെയാണ് അല്ലെ, സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ 2 പ്രണയ ജോഡികൾ അടിവാങ്ങുന്നു, ആശുപത്രിയിലാകുന്നു, മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച്. അതായത് അന്ന് ലേഡീസ് വാർഡിൽ ഞങ്ങളുടെ പ്രവർത്തകരെ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ബഹളം വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനുണ്ട്, TP സിന്ധുമോള് ചേച്ചിയുണ്ട്, ചേച്ചിക്ക് വന്ന് തലയ്ക്ക് അടിയിട്ടി. പിന്നെ സുരേഷ് ഏട്ടൻ, ഉണ്ണികൃഷ്ണ മാഷ്, ഞങ്ങൾ 4 പേർക്കായിരുന്നു. ആശ ചേച്ചിക്ക് അന്ന് പരിക്ക് അങ്ങനെ ആശ ചേച്ചി ഉണ്ട്. പിന്നെ ഒരു ശ്രീദേവി, ഞങ്ങളെല്ലാവരും കൂടെയാണ് മെഡിക്കൽ കോളേജിൽ ഒരു വാർഡിൽ കിടന്നത്. അന്ന് BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത് അല്ലേ, NDA ആണ്. അന്ന് നദ്ദാജി ആയിരുന്നു തോന്നുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ വന്നു. അപ്പം കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നതുകൊണ്ട് മെഡിക്കൽ കോളേജ് മുഴുവൻ അവർ ക്ലീൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്ന് പോയതിന് ശേഷം അവിടെ കിടന്ന ആൾക്കാരെല്ലാം ഞങ്ങളെ കാണാൻ വന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ കാരണം മെഡിക്കൽ കോളേജ് ക്ലീനായി, ടോയ്ലറ്റും വാഷ്റൂമും ഒക്കെ ശരിക്കും പറഞ്ഞാൽ തിളങ്ങുന്ന പോലെ അവർ ക്ലീൻ ചെയ്തു. കാരണം ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയാണല്ലോ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. മോളെ ഇപ്പോഴത്തെ അച്ഛൻ്റെ അമ്മയുടെയും നമ്മുടെ ഈ പ്രണയമാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഈ കഥയൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതിൽ ഏകദേശം ഈ കഥ മൊത്തം എനിക്കറിയാം. ഈ സെയിം കഥയാണ് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. അല്ലെ ഇതിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞു. അവരുടെ ഈ സ്വകാര്യ ഈ പ്രണയ നിമിഷങ്ങൾ നമ്മളിപ്പോൾ ഈ വെള്ളാണിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രണയ ജോഡികളെ കാണാം. അങ്ങനത്തെ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കഥകളൊന്നും എനിക്കറിയാം. എനിക്ക് ഇതേ സെയിം കഥ എനിക്കും അറിയാം. ഇത്ര പറയേണ്ട അത്രേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അങ്ങനെ പറയേണ്ടതൊക്കെ എല്ലാ രാഷ്ട്രീയത്തിനകത്ത് നിന്ന് ഈ സമര കാലഘട്ടത്തിലൂടെ പോയ പ്രണയമാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ പൊതുജീവിതവും പ്രണയ ജീവിതവും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രണയ ജീവിതം സത്യം പറഞ്ഞാൽ റൊമാൻറ്റിക് അല്ല എന്നാണ് പറയുന്നത്. അതെ, എന്തുകൊണ്ട്? സംഘടനയാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ ABVP വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. സുരേഷിയുടെ യുവമോർച്ചയിലാണ്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ യുവമോർച്ചയാണ്. ഞാൻ ABVP സമയത്ത് ഞങ്ങളൊരു പോളിസി ഏറ്റെടുത്തു. ABVP കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കൂ. കാരണം ABVP നേരിട്ട് കല്യാണം കഴിച്ച് പോകുന്ന ഏർപ്പാട് വേണ്ട. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ 2.5 വർഷം ABVP കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് 2.5 വർഷത്തിന് ശേഷമാണ് ഞാനും ഇപ്പോൾ ABVPയുടെ ചുമതല. ലാസ്റ്റ് ഞാൻ NEC മെമ്പർ ആയിരുന്നു. അതിനുശേഷം ആ ചുമതലയിൽ നിന്ന് ഞാനും വിട്ടതിന് ശേഷമാണ്, ഞാൻ LLMന് പഠിക്കുന്ന സമയത്തായിരുന്നു കല്യാണം. ഈ പറഞ്ഞ 2 പേരും അഭിഭാഷകരാണ്, നന്നായി പ്രസംഗിക്കും. ഇതൊക്കെ വീട്ടിലും ഉണ്ടോ? നന്നായി 2 പേരും അടികൂടുമ്പോൾ നന്നായി എങ്ങനെയാണ് ഒരേ ലെവലിൽ അങ്ങോട്ടും പറയുന്നത്. പക്ഷെ ഇതേപോലെ എൻ്റെ ഒരു കാര്യമാണെങ്കിൽ ഇവർ 2 അതുപോലെ എൻ്റെ അടുത്ത് തിരിച്ചു എനിക്ക് തിരിച്ച് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിട്ടാറില്ല. അത്രേ ഉള്ളൂ. 2 പേരും അഭിഭാഷകരല്ലേ, പറഞ്ഞു നിൽക്കാൻ പറ്റാറില്ല. നമ്മളെന്തെങ്കിലും ഒരു പോയിന്റ് പറയണമെങ്കിൽ അതിന് കൗണ്ടർ പോയിന്റ് ഉടനെ ഇവർ 2 പേരുടെയും കയ്യിൽ തിരിച്ചു വരും. അതുകൊണ്ട് ഇവരടി വയ്ക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചച്ഛനും പറയും, അച്ഛൻ പറയുമ്പോൾ കാരണം ഒരുപോലെ നിൽക്കും. 2 പേരും ഒരേ പ്രൊഫഷനാണ് അല്ലേ. അതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു സൗണ്ട് ആണ്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാണ് ഭയങ്കര ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഇവരിൽ ആരായിട്ടും റൊമാൻറ്റിക്? റൊമാൻറ്റിക് എന്ന് വെച്ചാൽ കുറച്ചൊരു അമ്മയാണ് ഞാൻ പറയാം. അച്ഛനങ്ങനെ അമ്മ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അച്ഛനങ്ങനെ ഇതായിട്ട് അല്ലാതെ. ശരി ശരി. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ
ഈ വെള്ളയാണി കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതിന് വേരോട്ടമുള്ളൊരു മണ്ണാണ്. അപ്പോൾ ഈ ഒരുപാട് ഈ CPM പ്രവർത്തകരുള്ള ഈ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ചേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? ഈ BJP നെഞ്ചോട് ചേർത്ത് ഇന്ന് ഈ ഒരു പദവിയിലെത്തി നിൽക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ കാരണം എന്താണ്? എൻ്റെ അച്ഛൻ CPM ആണ്. അപ്പോൾ ഞാൻ SSLC പരീക്ഷ വരെ എന്നെ ശാഖയിലൊന്നും വിടില്ലായിരുന്നു. SSLC പരീക്ഷ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് 1986 അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് പുസ്തകം കൊണ്ട് വീട്ടിലിട്ടിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ശാഖയിൽ പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു കണ്ടീഷനുണ്ട്. അച്ഛനുമായിട്ട് എല്ലാ ദിവസവും അടിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു കണ്ടീഷൻ, നീ SSLC കഴിഞ്ഞിട്ട് എവിടെ വേണോ പൊയ്ക്കോ എന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പോൾ പോലീസ് റിട്ടയറായി SI ആയിട്ട് റിട്ടയറായ ഒരു വേണിച്ചേട്ടനുണ്ട്. വേണിച്ചേട്ടൻ എൻ്റെ പരീക്ഷ കഴിയുന്ന ദിവസം നോക്കിയിരുന്നു. അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ ബൂത്ത് പ്രസിഡൻ്റാണേ ഈ വേണിച്ചേട്ടൻ. ആ വേണിച്ചേട്ടൻ പരീക്ഷ കഴിയുന്ന ദിവസം എൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നു. പരീക്ഷ കഴിഞ്ഞല്ലേ, അവസാനത്തെ പരീക്ഷയല്ലേ, പുസ്തകം കൊണ്ട് ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം വേണിച്ചേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ പുസ്തകം കൊണ്ട് വീട്ടിലിട്ടു. എന്നിട്ട് ശാഖയിൽ പോയി. അന്ന് എന്നെ ശാഖയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ പരീക്ഷ കഴിഞ്ഞ ദിവസം വൈകിട്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന ആൾ പോലീസിലായി, അതിനുശേഷം റിട്ടയറായി. ഇപ്പോൾ എൻ്റെ ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇതാണ് ഈ പാർട്ടിയുടെ ഒരു സംസ്കാരം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അന്ന് മുതൽ പോയി തുടങ്ങിയതാണ്. പിന്നെ അതിനുശേഷം അച്ഛൻ കുറേ കാലം എതിർത്തു. പിന്നെ ഇപ്പോൾ അച്ഛനും കുടുംബവും ഈ നാടും മുഴുവൻ BJP ആയി. ചേട്ടൻ്റെ മാറ്റം നോക്കി ചേട്ടൻ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിച്ചു. അതെ, ഇപ്പോൾ എല്ലാം BJP ആയി. ഈ പഞ്ചായത്ത് 7.5 വർഷം BJP ഭരിച്ചു. ഒരു സീറ്റ് ആദ്യം കിട്ടി, പിന്നെ അത് 2 പിന്നെ 4 പിന്നെ 10 ഇപ്പോഴും വീണ്ടും 10 ഇപ്പോൾ ഭരണമൊക്കെ ആയി. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ അത് അതായത് ഈ നമ്മളൊരു സംഘടനാ പ്രവർത്തനം നടത്തി ആ സംഘടന ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ ആവശ്യത്തിന് ഞാൻ അനുഭവിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു നമ്മളുടെ പാദമുദ്ര അതാണ്. ആ പാദമുദ്ര ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അത് ഞാൻ AVP ആയിരുന്നപ്പോൾ ആണ് കേരളത്തിൽ ആദ്യത്തെ AVPയുടെ സെനറ്റ് മെമ്പർ ജയിക്കുന്നത്. ഞാൻ AVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുക. കേരള യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ സെനറ്റ് മെമ്പർ മഹേഷ് ചന്ദ്രൻ. അതിനുശേഷം ഞാൻ ഇവിടെ പ്രവർത്തിച്ച എൻ്റെ പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്തായി. എൻ്റെ വാർഡ് 25 വർഷമായിട്ട് BJP ആണ്. 20 വർഷമായിട്ട് BJP ആണ്. എൻ്റെ ബ്ലോക്ക് ഡിവിഷൻ BJP ആണ്. ഒരു വേള എൻ്റെ ജില്ലാ ഡിവിഷൻ BJP ആയിരുന്നു, ഇപ്പോൾ പോയി. അപ്പോൾ ഇതെല്ലാം എനിക്കിങ്ങനെ ഞാൻ നിൽക്കുന്ന സ്ഥലവും എൻ്റെ സ്വാധീന മേഖലയും മുഴുവൻ എൻ്റെ പാർട്ടി ഞാൻ പ്രതിനിധീകരിക്കുന്നതിൻ്റെ ശക്തി കേന്ദ്രമാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. അപ്പോൾ ആ സ്വപ്നത്തിനനുസരിച്ച് ഇങ്ങനെ പോയി ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാനൊരു 2013 ജില്ലാ പ്രസിഡൻ്റാവുന്നു. അപ്പോൾ ഞാൻ ആദ്യം പാർട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് 10 വർഷത്തെ ഒരു പ്ലാനാണ്. ആ 10 വർഷത്തെ പ്ലാനിൽ ഞാൻ 4 MLA സ്വപ്നം കണ്ടു, തിരുവനന്തപുരത്ത് MP സ്വപ്നം കണ്ട് ഒരു പ്ലാൻ അവതരിപ്പിച്ചു. അതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ 2015 MLA 2014 പാർലമെൻറ്റിൽ രാജേട്ടനെ ജയിപ്പിക്കാൻ ശ്രമിച്ചു. 14,000 വോട്ടിന് തോറ്റു, വിഷമമുണ്ടായി. പക്ഷേ ഞാൻ വിട്ടില്ല. അതിനുശേഷം ഞങ്ങളൊരു 2014 പരാജയപ്പെട്ട സമ്മേളനം അതിൻ്റെ വിലയിരുത്തൽ യോഗം വിജയ സമ്മേളനമായിട്ട് പ്രഖ്യാപിച്ചു. വിജയ സമ്മേളനമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു അവന് വട്ടാണ്, അവൻ AVP എന്നൊക്കെ വന്നിട്ട് എന്തൊക്കെ പറയുന്നു, തോറ്റതിന് വിജയ സമ്മേളനം എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു PowerPoint പ്രസൻറ്റേഷനൊക്കെ നടത്തിയിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ BJP ജയിച്ചു. കാരണം 7 അസംബ്ലിയിൽ 4 BJP ഫസ്റ്റ്, 23 പഞ്ചായത്തിൽ 16 പഞ്ചായത്ത് BJP ഫസ്റ്റ്, 1100 ബൂത്തിൽ ഏകദേശം 650 ബൂത്തുകളിൽ BJP 1ാം സ്ഥാനം. പിന്നെ ഇത് വിജയമല്ലേ? പാർലമെൻറ്റിൽ മാത്രമേ ജയിക്കാതുള്ളൂ, ബാക്കിയെല്ലാം വിജയിച്ചല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു 2014 വിജയ സമ്മേളനം, 2015 ആകുമ്പോൾ ഈ പഞ്ചായത്തിലെല്ലാം BJP ഭരിക്കണം, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കണം എന്ന് പറഞ്ഞ് ഒരു വലിയ ലക്ഷ്യം വെച്ചു. മുമ്പോട്ട് പോയി അത്ഭുതം സംഭവിച്ചു. കാരണം തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് BJPക്ക് 4 പഞ്ചായത്ത് ഭരണം കിട്ടി, എൻ്റെ പഞ്ചായത്ത് ഉൾപ്പെടെ. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 6 മെമ്പർമാരുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ 35 ഒരു കുതിപ്പ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നു. അത് പിന്നെ 268 മെമ്പർമാർ തിരുവനന്തപുരത്ത് ജയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം തിരുവനന്തപുരം സക്സസ്, സന്തോഷമായി.
എന്താ ഇത്രയും കിട്ടിയില്ലോ. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഇത് കേട്ടത്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാം കൊണ്ട് സന്തോഷമായി. അപ്പം വിചാരിച്ചു, അപ്പോൾ ആൾക്കാർ അന്ന് തന്നെ വട്ടം എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു ശരി ഓക്കെ. അതൊക്കെ ചേച്ചി വിമർശിക്കാറുണ്ടോ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അല്ല, അത് ദീർഘവീക്ഷണത്തെ? എൻ്റെ രീതി അറിയാമല്ലോ. ഞാനിങ്ങനെ ഒന്നിൽ പിടിച്ചാൽ ഇങ്ങനെ അതിൻ്റെ പുറകെ സുരേഷിന്റെ ഈ പ്രവർത്തനത്തിന് ഞങ്ങളുടെ 100% അത് വളരെ പിന്തുണയുണ്ട്. പോസിറ്റീവ്. നമ്മള് പിന്നെ സുരേഷ് ചേട്ടനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ 6 നിന്ന് 35 വന്നില്ലേ, ആൾക്കാർ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു എത്ര പേര് കോർപ്പറേഷനിൽ ജയിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 36 പേര് ജയിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 36 പേര്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് 36 പേരോ? അപ്പോൾ പറഞ്ഞു 36 പേര് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി. എന്നിട്ട് ഞാൻ ആരെന്നൊന്നും ചോദിച്ചില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ആ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതിൽ ഒന്നേ കുറഞ്ഞുള്ളൂ. ആ ഒരു സുരേഷ് ചേട്ടൻ്റെ കാൽക്കുലേഷൻ. അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ചേട്ടൻ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ഇൻചാർജായിരുന്നു. അപ്പോൾ മുരളിയേട്ടനാണ് സ്ഥാനാർത്ഥി. അപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എത്ര വോട്ട് കിട്ടും അവിടെ? അപ്പോൾ അന്നുണ്ടായിരുന്നൊരു വ്യാപകമായ പ്രചരണം മുരളിയേട്ടൻ അവിടെ ഇറങ്ങാൻ ലേറ്റായി, അല്ലെങ്കിൽ ശോഭിച്ചേച്ചി പിടിച്ച വോട്ടിൻ്റെ അടുത്ത് മുരളിയേട്ടൻ എത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നതൊക്കെ നമ്മളും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. കാരണം ആ സമയത്തൊരു 4 മാസക്കാലം സുരേഷ് ചേട്ടൻ വീട്ടിൽ വന്നിട്ടില്ല. ആറ്റിങ്ങൽ തന്നെയായിരുന്നു താമസം. ഇടയ്ക്കൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ സുരേഷ് ചേട്ടനെ കാണാൻ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ എനിക്കറിയാം സുരേഷ് ചേട്ടൻ അവിടെ എന്തായാലും ആറ്റിങ്ങൽ പോയി വെറുതെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സുരേഷ് ചേട്ടൻ വന്ന് ഇലക്ഷനെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു എത്ര വോട്ട് കിട്ടും സുരേഷ് ചേട്ടാ? അപ്പോൾ സുരേഷ് ചേട്ടൻ ഒരു കണക്ക് പറഞ്ഞു. സത്യം പറഞ്ഞ ഐശ്വര്യ, അതിൻ്റെ അടുത്ത അതും ആ വോട്ടിനേക്കാൾ ഒരു 5000-6000 വോട്ടാണ് മുരളിയേട്ടന് കുറഞ്ഞത്. 3 ലക്ഷത്തി എത്രയോ സുരേഷ് ചേട്ടൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഇത്രയും കിട്ടിയ മുരളിയേട്ടൻ ജയിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കി. പിന്നെ എനിക്ക് കളിയാക്കാൻ ഒരു മടി. കാരണം ഈ മറ്റേ 6 നിന്ന് വന്ന അറിവ് ഉള്ളതുകൊണ്ട് എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അതിൽ നിന്നൊരു 5000 വോട്ടിൻ്റെ കുറവാണ് മുരളിയേട്ടന് കിട്ടിയത്. അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ വിലയിരുത്തൽ ഭയങ്കര, അതായത് യാഥാർത്ഥ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താൻ സുരേഷ് ചേട്ടന് പറ്റും. അതൊരു വലിയ കോർപ്പറേഷനിൽ പറഞ്ഞല്ലോ എനിക്കായിരുന്നു ചാർജ്. കോർപ്പറേഷനിൽ എൻ്റെ അടുത്ത് പറഞ്ഞ സംഖ്യ എത്രയെന്നറിയോ? 55. അപ്പം ഞാൻ പറഞ്ഞു 55? അപ്പം നിങ്ങൾ കോർപ്പറേഷൻ ഭരിക്കുമല്ലോ? ഭരിക്കും. ഞാൻ പറഞ്ഞു അത്രയൊക്കെ അതിമോഹം വേണോ നമ്മൾ ഇപ്പം? അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭരിക്കുമെന്ന് അറിയാമെങ്കിലും നമ്മുടെ മനസ്സ്, കാരണം ഇനി ഇൻ കേസ് നമ്മൾ ഭരിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയും നമ്മൾ ഭരിക്കും. എന്നാലും അത് ആത്മവിശ്വാസത്തോടെ പറയാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമമാവുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് വിലയിരുത്തലെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര കിട്ടും? ഉറപ്പായിട്ട് പറഞ്ഞാൽ 55 കിട്ടും. പിന്നെ ആൾക്കാർ പറഞ്ഞത് വെച്ചൊരു 70 കിട്ടേണ്ടതാണ്, അത്രയ്ക്കാണ് ആൾക്കാർ വന്നു പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു. പക്ഷേ ആ മാജിക് സംഖ്യയിലേക്ക് അവരെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് സുരേഷിൻ്റെ വിലയിരുത്തലിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണില്ല. പുറത്ത് പത്രക്കാരോട് ഉൾപ്പെടെ പറഞ്ഞ 48 മുതൽ 52 വരെ ഞാൻ പരസ്യമായിട്ട് പറയും. ചാനലിൽ വന്ന് ചോദിച്ചാൽ 48 മുതൽ 52 വരെ കിട്ടും. ഞങ്ങൾ 50+ എന്നുള്ളത് ഉറപ്പിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ സംഖ്യ 55ആണ്. അതായത് എക്സാജറേറ്റ് ചെയ്യാതെ കിട്ടും എന്ന് ഉറപ്പ്. ഇപ്പോൾ ഈ 5 സീറ്റ് അതൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയാം. അതിന് കാരണം അവസാന നിമിഷം ഉണ്ടായ കാരണം എത്ര വോട്ട് കുറഞ്ഞു അതൊക്കെ ഇപ്പോൾ അറിയാമോ? തുച്ഛമായ വോട്ടിന് നഷ്ടപ്പെട്ടതാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞ ആ 4 സീറ്റുകൾ. പക്ഷെ കഴിഞ്ഞ ടേമിൽ ഭരിച്ചുകൊണ്ടിരുന്ന വാർഡുകളും നഷ്ടപ്പെട്ടു, പുതിയ വാർഡുകൾ പിടിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? മികച്ച ഭരണമല്ലാത്തത് കൊണ്ടല്ലേ? അല്ല, അത് 2 കാരണമാണ്. ഒന്ന്, നമ്മളുടെ ആൾക്കാരുടെ ശ്രദ്ധക്കുറവ് ഒരു ഘടകമാണ്. പക്ഷേ അതേ സമയത്ത് BJP ജയിക്കുന്നിടത്ത് ടാർഗറ്റ് ചെയ്ത് BJP തോൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം വേറൊരു ഘടകമാണ്. ഇത് രണ്ടുമുണ്ട്. പിന്നെ നമ്മളുടെ ആൾക്കാരുടെ ഒരു എന്താ പറയുക, കുറച്ച് ആത്മവിശ്വാസം, നമ്മൾ പിടിച്ചല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ഈ തന്നെ എന്നുള്ള ആത്മവിശ്വാസം, ഇങ്ങനെയുള്ള ചില ഘടകങ്ങളാണ് അതിന് കാരണം. അത് പക്ഷേ അതിനേക്കാൾ ഇരട്ടി ഇപ്പം നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നേടുമ്പോഴും നമ്മളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ വിസ്തൃതമാവല്ലേ, അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. ഇത് പോയാലും ഇവിടെ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ കൊടി കുത്തി അതവിടെ ഉണ്ട്. താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടു, പക്ഷേ നമ്മൾ വേറെ കുറേ ഏരിയ കൂടെ പിടിച്ചു. അപ്പോൾ നമ്മളുടെ സാമ്രാജ്യം രാഷ്ട്രീയ അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ അങ്ങ് വിസ്തൃതമായി. ഇത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിരാശയൊന്നുമില്ല. ഇതാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാറാണ്. ഈ പ്രവചനമൊക്കെ കറക്റ്റ് ആവുന്നതിൽ വിലയിരുത്തൽ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തവണ നിയമസഭയിൽ എത്ര സീറ്റ്? നിയമസഭയിൽ
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ, കേരളത്തിലെ നിയമസഭയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിലെ മുന്നണി സംവിധാനത്തായി ഇപ്പോൾ നമ്മൾ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ 70 വർഷമായിട്ട് കേരളത്തിൽ നിൽക്കുന്ന മുന്നണിയെ തകർക്കും ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ ഏറ്റവും കരുത്തുറ്റ മുന്നണികളിൽ ഒന്നാണ്. 2020-യും BDJS-ഉം BJP-യും പിന്നെ വികസിത കേരളവും ഇൻക്ലൂസീവായിട്ട് എല്ലാ ക്രിസ്ത്യൻസും മുസ്ലിംസ് ഉൾപ്പെടെ ഇന്ന് BJP-യിലേക്ക് വരാൻ ഒരു മടിയില്ല. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ BJP ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രതികരിക്കുന്ന പാർട്ടിയായി NDA. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ മുന്നണി സംവിധാനം തകരും. അത് തകർക്കാനുള്ള നിർണായക ശക്തിയായിട്ട് BJP കേരളത്തിൽ മാറും. ഞങ്ങൾ ഇപ്പോൾ 140 ഇടത്തും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ റിസൾട്ട് കഴിയുന്ന സമയത്ത് ഞങ്ങളായിരിക്കും കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിജയത്തിൻ്റെ ശില്പികളോ വിജയത്തിൻ്റെ അവകാശികളോ. ആരായിരിക്കും? BJP NDA ആയിരിക്കും. എത്ര സീറ്റ്? ആ സീറ്റിൻ്റെ എണ്ണം ഇപ്പോൾ ഈ സമയത്ത് ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ സീറ്റ് പറയില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ചേച്ചിയോട് പറഞ്ഞിരുന്നു ഇലക്ഷന് മുന്നേ പറയുന്നത് ഇലക്ഷന് ശേഷം പറയുന്നത് രണ്ടായിരിക്കും. കാരണം ഇലക്ഷന് ശേഷം ഒരു വിലയിരുത്തൽ, സുരേഷ് ചേട്ടൻ്റെ വിലയിരുത്തലാണ്, അത് കൃത്യമായിരിക്കും. ഞാൻ ഇലക്ഷൻ കഴിയുന്നതിൻ്റെ 2ാമത്തെ ദിവസം എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP കേരളത്തിൽ എത്ര എണ്ണം ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ എനിക്കറിയാമെങ്കിലും അല്ലെങ്കിൽ ഉറപ്പല്ലേ 100% അതൊരു സംശയമില്ല. എന്നാലും ഒരു ഭീഷണിയായി മറുഭാഗത്ത് മന്ത്രി വി ശിവൻകുട്ടിയാണ്, പിന്നെ KS ശബരിനാഥനാണ്. അപ്പോൾ അതൊരു ആശങ്ക. ഇപ്പോൾ കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടു പഴകിയ രാഷ്ട്രീയമല്ല. ഇപ്പോൾ കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം അത് ഞാനും പഠിക്കുകയാണ്, ഞാനും അതിലൊരു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം എൻ്റെ ഭാര്യയും കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹത്തിനോടൊപ്പമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ നിമിഷവും ഇൻട്രാക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ അതൊരു വലിയ അനുഭവമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നമ്മൾ പരിചയപ്പെട്ട രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം മറ്റൊരു ടെക്നോക്രാറ്റ്, ഒരു വലിയ വിഷണറി. അദ്ദേഹത്തിൻ്റേതായ ചിട്ടപ്പെടുത്തിയൊരു വഴി, ആ വഴിയിലൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു സമീപനം ഇതുണ്ട്. എനിക്ക് ഇത് ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. കാരണം ഞാൻ 1 വർഷം മുമ്പ് വരെ പ്രവർത്തിച്ചു വന്ന ഒരു അടിസ്ഥാന സംഘടനാ പ്രവർത്തനവും എൻ്റെ സ്വപ്നവും അതിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ വേറൊരു തലത്തിലുള്ള പൊളിറ്റിക്സും കൂടെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് നിൽക്കാൻ സാധിച്ച ഒരു വലിയ ഭാഗ്യവാനാണ് ഞാൻ. അപ്പോൾ ഇതും കൂടെ കാണുന്ന സമയത്ത് ഇപ്പോൾ BJPയുടെ ഈ ഘടകം കൂടെ കണക്ട് ചെയ്തപ്പോൾ BJPയുടെ എന്താ പറയുക ക്യാൻവാസ് വളരെ വിസ്തൃതമായിട്ടൊരു ക്യാൻവാസായി. അപ്പോൾ അതുകൊണ്ട് ഒരു തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത് കേരളം ഭരിക്കാൻ പോകുന്നത് BJPയാണ്. ഈ 2 മുന്നണി ഞാൻ മനസ്സിലാക്കുന്നത് 2 മുന്നണികൾക്കും ഇപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടില്ല. ഇതിൽ BJP, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിജയത്തിൻ്റെ അവകാശിയും വിജയത്തിൻ്റെ ശില്പിയും വിജയം നേടിയ യഥാർത്ഥ മുന്നണിയും BJP ആയിട്ട് മാറുന്നൊരു തെരഞ്ഞെടുപ്പാണിത്. ഈ പറഞ്ഞതുപോലെ ഈ 2 പേരെ കിട്ടുമ്പോൾ നമ്മൾ നേരെ എപ്പോഴും രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. ഒരാളെ ദൈവം ഇരിപ്പുണ്ട്, വെറുതെ നോക്കി. പക്ഷേ അവൾ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നുള്ള കേട്ടോ. അവൾ നിരീക്ഷിച്ചിങ്ങനെ മനസ്സിൽ വെച്ചൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും എടുക്കാൻ വേണ്ടി വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് നല്ല ഉപദേശം. ക്രിറ്റിക്സ് ആണ് എന്ന് വെച്ചാൽ പ്രപഞ്ചന്റെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും ഭയങ്കര ഒബ്സർവറാണ്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നേയും അതിന് ശേഷമൊക്കെ അച്ഛനെ വിളിച്ച് പ്രപഞ്ചു സംസാരിക്കുമ്പോൾ, പണ്ട് പ്രപഞ്ചന് രാഷ്ട്രീയം താല്പര്യമില്ലായിരുന്നു. എല്ലാവരും ചോദിക്കും അച്ഛൻ്റെ വഴിയെ പോകുമോ അമ്മയുടെ വഴിയെ പോകുമെന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയത്തിനോടൊരു ആഭിമുഖ്യമേ പ്രപഞ്ചു കാണിച്ചിട്ടില്ല. നമ്മളത് നിർബന്ധിക്കാനും പോയിട്ടില്ല. പക്ഷേ പ്രപഞ്ചുവിന് ഒരു 12ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പ്രപഞ്ചു ഒരു ദിവസം എന്ന് പറഞ്ഞു, സ്കൂൾ ഇലക്ഷന് ഞാൻ മത്സരിക്കാൻ പോവാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പ്രപഞ്ചു 12 വർഷം നിനക്ക് സമയം ഉണ്ടായിരുന്നു. എന്നോട് ഞാൻ ഹൈസ്കൂളിൽ എത്തിയപ്പോഴേ പറയുന്നതാണ്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ സ്കൂളിൽ ഇലക്ഷന് നിൽക്കുക. ഇല്ല, അപ്പോഴാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞത്. അപ്പോൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മളും പങ്കെടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വന്നത്. ഞാൻ പറഞ്ഞു, 12ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ ആ വർഷം തന്നെ പങ്കെടുക്കണമെന്ന് തോന്നിയത് വലിയ കാര്യമായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ സ്കൂൾ ചെയർപേഴ്സൺ ആയിട്ടൊന്നും നോക്കുന്നില്ല, പക്ഷെ അങ്ങനെ ക്ലാസ് ഫസ്റ്റ് ഒക്കെ ആയി ക്യാപ്റ്റൻ ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലാത്ത സാധനമായതുകൊണ്ട് അതെന്തായാലും കൊള്ളാം. അങ്ങനെ പ്രപഞ്ചു അത് ഭയങ്കര ടഫ് ഒരു മത്സരമാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ പ്രപഞ്ചൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിന് നോമിനേഷൻ കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്, എനിക്കൊരു പ്രൊഫൈൽ തയ്യാറാക്കി തരണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചേ ഇതൊക്കെ എൻ്റെ മോള് തന്നെയാണോ പറയുന്നത്? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശരി സഹായിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രൊഫൈലൊക്കെ പ്രപഞ്ചുവിന് ഒരുപാട് ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് 2.5 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് തോന്നുന്നു സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മശതാബ്ദി ആഘോഷം കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലല്ല, ഇന്ത്യ മുഴുവൻ. അപ്പോൾ അത് സംഘം വലിയൊരു പരിപാടിയായിട്ടാണ് ഭാരതം മുഴുവൻ ആഘോഷിച്ചത്. അപ്പോൾ അതിൽ സംവർദ്ധിനി എന്ന് പറയുന്ന വനിതാ ആയാമിൻ്റെ ഇതിൻ്റെ സംസ്ഥാന സംയോജക ഞാനായിരുന്നു. സുരേഷ് ഏട്ടൻ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു കോർഡിനേറ്റർ. അപ്പോൾ പുറനാട്ടുകാർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഒരു 2 ദിവസത്തെ ശിബിരം വെച്ചു സംഘം. അപ്പോൾ ഈ സംയോജകന്മാരും എല്ലാം അതിൽ മുഴുവൻ സമയം പങ്കെടുക്കണം. അത് ഇവർക്ക് 2.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകണം. അപ്പോൾ ഇവളെയും കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. പിന്നെ സംഘത്തിൻ്റെ പരിപാടി അറിയാമല്ലോ, എന്ന് വെച്ചാൽ ഒരു വിസിൽ ഊതി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ ഒരു ആശങ്കയുണ്ട്, എങ്ങനെയായിരിക്കും അവിടെ ചെന്ന് ഇടപെടുക, അവിടെ ബഹളം ഉണ്ടാക്കുമോ. അവിടെ കൊണ്ടുചെന്ന് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെയാണ് ഇവിടെ അമ്മയും അച്ഛനും ഇവിടെ മിണ്ടാതിരുന്നത് കേൾക്കേണ്ടതാണ്. അപ്പോൾ ഒരു നോട്ട് പാഡും കൊടുത്തു, ഒരു പേനയും കയ്യിൽ കൊടുത്തിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അക്ഷരമൊന്നും എഴുതാറായിട്ടില്ല. അപ്പോൾ അത് കണ്ടിങ്ങനെ വരയ്ക്കുകയാണ്, എന്നിട്ട് മിണ്ടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ആ 2 ദിവസവും ശീലിച്ചതാണ്. ഞാൻ പറയും, വിവേകാനന്ദ ജയന്തി 150ാം ജന്മശതാബ്ദിയിൽ പങ്കെടുത്ത ഒരാൾക്ക് നീ അടുത്ത 200ാം അദ്ദേഹത്തിൻ്റെ ഇതിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളെന്ന് നിനക്ക് പറയാൻ പ്രപഞ്ചു ഭാവിയിൽ. കാരണം അന്ന് ഈ 2.5 വയസ്സുള്ള ഒരാൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ വേറെ. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് പ്രപഞ്ചു ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ നടന്ന് എന്തായാലും ഈ ഒരു സംസ്കാരം ഉള്ളിലേക്ക് കയറാതിരിക്കില്ലല്ലോ. അങ്ങനെ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് ജയതിലക് സാർ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ എക്സ്റ്റേണൽ മെമ്പേഴ്സാണ് അത് തിരഞ്ഞെടുക്കുന്നത്, ചീഫ് സെക്രട്ടറി. അപ്പം അദ്ദേഹത്തിന് ഞങ്ങളുടെ മകളാണെന്നൊന്നും അറിയില്ല. അങ്ങനെ അദ്ദേഹം അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് പ്രപഞ്ചുവിനെ സെലക്ട് ചെയ്തത്. അങ്ങനെ പ്രപഞ്ചു അത്യാവശ്യം എന്താ പറയുക, ഒരു വരണ്ട എന്ന് ആഗ്രഹിച്ചാൽ പോലും പ്രപഞ്ചുവിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രപഞ്ചു ഇതൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കും. ആ നിരീക്ഷണം ചില സമയത്തൊക്കെ അച്ഛനെ നന്നായി ഉപദേശിക്കും. അപ്പം വീട്ടിൽ നിന്ന് തന്നെ വിമർശനവും അതുപോലെ തന്നെ എല്ലാം കിട്ടാറുണ്ട്. അങ്ങനെയല്ല പറയണ്ട, ഇവരുടെ ഉപദേശം പോലും ഞാൻ കേൾക്കാറുണ്ട്. അത് ഇവരുടെയും ഈ പറഞ്ഞതുപോലെ മുഴുവൻ എന്ത് പറഞ്ഞാലും നമ്മൾ രാഷ്ട്രീയത്തിലാണ് എത്തി നിൽക്കുന്നത്. വീട്ടിലും മുഴുവൻ സമയം രാഷ്ട്രീയമാണ് വർത്താനം വിഷയം. വീട്ടിലും രാഷ്ട്രീയം വരാറുണ്ട്, പക്ഷെ ഞാൻ മാക്സിമം അധികം ഇങ്ങനെ ഒരു മൈൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഡൽഹി പോയതിന് ശേഷമാണ് ശരിക്കും കേരളത്തിലെ രാഷ്ട്രീയമൊക്കെ അവിടെ നന്നായി ഡിസ്കസ് ചെയ്യും. അത് ഞാനിപ്പോൾ മാക്സിമം ഇവിടെ നിന്ന് മാറി നിന്ന് ഇവിടെ എപ്പോഴും ഇതുമായിട്ട് സറൗണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താണോ കിട്ടുന്നത്, ഒരുപാട് കിട്ടുമ്പോൾ നമുക്കത് മാക്സിമം നമ്മളത് ഒഴിവാക്കാനുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതിൽ നിന്ന് സറൗണ്ടഡ് ആയതുകൊണ്ട് എപ്പോഴും ഈ BJPയുടെ കാര്യം അങ്ങനെ കേട്ടായിട്ട് നിൽക്കും. പക്ഷേ ഡൽഹി പോയി കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ SFIയുടെ ആൾക്കാരുണ്ട്, ABVPയുടെ ആൾക്കാരുണ്ട്, കോൺഗ്രസിൻ്റെ KSU NSUയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരേപോലെ അവിടെ നിന്ന് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഫുള്ള് ഇപ്പം ഞാൻ ഇതേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇത്ര ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് BJP ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് അറിയാത്ത ആൾക്കാർ പോലും അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ ഒന്ന് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ശരിക്കും വെളിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്, അതുപോലെ തന്നെ മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ BJP ഭരിക്കുകയാണെങ്കിൽ പോലും അതിന് ഒരുപാട് ക്രിട്ടിസൈസേഷൻ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ശരിക്കും എങ്ങനെയാണ് ഇതെല്ലാം നടക്കുന്നത്, അതായത് ഒരു സൈഡ് മാത്രമേ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാവരുടെയും ഒപ്പീനിയൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അച്ഛനടുത്ത് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ റീൽസ് തന്നെ ഏറ്റവും കൂടുതൽ ഒരു സോഴ്സായിട്ട് വരാറുണ്ട്. അതിൽ തന്നെ ഏകദേശം ഇപ്പോൾ ടീനേജേഴ്സ് ആയാലും അവർ വളർന്നു വരുന്ന സമയമുണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെല്ലാവരും അതിൽ ഒപ്പീനിയൻ ഇടാറുണ്ട്. അപ്പോൾ അത് അച്ഛന് കിട്ടാറില്ല, അപ്പോൾ അത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ മോളിപ്പോൾ ഡൽഹിയിൽ പഠിക്കുന്നു. ഡൽഹിയിൽ പോലും കേരള രാഷ്ട്രീയ അല്ലെങ്കിൽ BJPയുടെ ഒരു വളർച്ച ചർച്ച ചെയ്യണമെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാൻ തക്ക BJPയെ പാകപ്പെടുത്തിയെടുത്തതിൽ ഒരു പ്രധാന ആളാണ് മോളുടെ അച്ഛൻ, അല്ലേ? അല്ലേ ചേട്ടൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ കഥകളൊക്കെ? ഇപ്പോൾ നമ്മളെവിടെ യാത്രയാണെങ്കിൽ നമ്മൾ മിക്കപ്പോഴും നമ്മൾ കാറിലായിരിക്കും പോകാറ്. ട്രെയിനിൽ പോകുന്നതൊക്കെ കുറവാണ്. നമ്മളിപ്പം ദൂരയാത്രയാണെങ്കിൽ നമ്മൾ കാറിൽ പോകും. അപ്പോൾ ഈ കാറിൽ പോകുമ്പോൾ അത്രയും സമയം അച്ഛൻ സംസാരിക്കും, അമ്മ സംസാരിക്കും, എല്ലാവരും ഇവരൊക്കെ രാഷ്ട്രീയമല്ല, അവരുടെ ആ ഒരു പഴയ സമയത്തെ കാര്യങ്ങൾ എല്ലാം കോമഡി കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിൽ രാഷ്ട്രീയമായിരിക്കും മെയിൻ. പക്ഷേ അവരത് ഓരോ കാര്യങ്ങൾ അവരുടെ
ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു അതിൽ ജീവിച്ചത്, അങ്ങനെയൊക്കെ. ഇവർ രണ്ടുപേരും നല്ല തമാശക്കാരാണ് കേട്ടോ. എന്നെയാണ് കോന അടിക്കാറെങ്കിലും അതിനുള്ള അവസരങ്ങൾ ഞാനതായിട്ട് കൊടുക്കാറുണ്ടെങ്കിലും അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറയുന്നതിലൊക്കെ ഭയങ്കര സമർത്ഥരാണ് രണ്ടുപേരും. അപ്പോൾ ഇഷ്ടപ്പെട്ട നേതാവ് മോദിജിയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ ഞാൻ അത്രയും അടുത്ത് കണ്ടത് അച്ഛനെയാണ്. കാരണം എപ്പോഴും ഇപ്പം ഈ 2016 ഇലക്ഷൻ ആയാലും അതിനുശേഷം അച്ഛന് വയ്യാതായതെല്ലാം ആ ഒരു സ്ട്രെസ്സ് കാരണം അച്ഛൻ അത്രയും സ്ട്രെസ് എടുത്തോണ്ടാണ്. അപ്പോൾ അതെല്ലാം നേരിട്ട് കണ്ട ഞാനും അമ്മയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനെ, കാരണം അത്രയും ഇപ്പം നമ്മൾ ഫിസിക്കലി അത്രയും ഇതാവുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അത്രയും ഒരു ഡ്രെയിൻ ആവുന്നതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വേറെ ആരും ഞാൻ അങ്ങനെ അടുത്ത് രാത്രി 12 മണിക്ക് പോലും ഒരാളെ ഫോൺ വിളിക്കാൻ സുരേഷ് ഏട്ടൻ ഫോൺ ചെയ്യുമ്പോൾ സുരേഷ് ഏട്ടൻ സമയം നോക്കുക, അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു ജില്ലാ പ്രസിഡന്റ് 12 മണിക്ക് ഉറങ്ങാൻ പറ്റുമോ? അദ്ദേഹം ഉറങ്ങും. സുരേഷ് ഏട്ടൻ ഉറങ്ങാത്തതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും ആ സമയത്ത് ജോലി ചെയ്യണം എന്നാഗ്രഹിക്കുന്നൊരു മനസ്സാണ് സുരേഷ് ഏട്ടൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതുകൊണ്ട്. സുരേഷ് ഏട്ടൻ്റെ റോൾ മോഡൽ ആരാണ്? എൻ്റെ റോൾ മോഡൽ ഞാൻ അങ്ങനെ ഇപ്പം മോദിജി രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ ഒരു മോഡലാണ്. അതൊരു വലിയ ഇമ്പാക്റ്റ്. പക്ഷേ നമ്മൾ കണ്ടു വളർന്നത് ഒരുപാട് ആൾക്കാർ നമുക്ക് എൻ്റെ ഒരു പോയിൻ്റ് എന്താ അറിയോ, എല്ലാവരിലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ കാണുന്ന ആളിൻ്റെ ആ പോസിറ്റീവ് ഘടകങ്ങൾ എൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ ഞാൻ വയ്ക്കുന്ന ലക്ഷ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ ഒരു മനോഭാവത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് ആരെയും അങ്ങനെ അന്ധമായിട്ട് വെറുക്കേണ്ട ആവശ്യമില്ല, അന്ധമായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ ഒരു പോയിൻ്റാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സംഘ സംവിധാനത്തിൽ ഒരു RSS പ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തി നിർമ്മാണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റുണ്ട്. ആ കോൺസെപ്റ്റൊക്കെ യഥാവിധമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഉൾക്കൊള്ളാനും പറ്റും, ആരെയും ഒരു പരിധി കഴിഞ്ഞാൽ അകറ്റി നിർത്താനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരുപാട് മാതൃകകൾ, അത് വെറും ആരും അറിയുന്നവരൊന്നുമല്ല, പക്ഷേ നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മുടെ താലൂക്ക് പ്രചാരകമായിരുന്ന ആൾ, അല്ലെങ്കിൽ ജില്ലാ പ്രചാരകമായിരുന്ന ആൾ, അല്ലെങ്കിൽ മറ്റൊരു പ്രാന്ത പ്രചാരകമായിരുന്ന ആൾ, മൂന്തേട്ടൻ, അല്ലാന്നുണ്ടെങ്കിൽ സുഭാഷ് ജി, ഇങ്ങനെയൊക്കെയുള്ള കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങൾ ഓരോ സമയത്തും ഓരോ വാക്കുകളിലോ ഓരോ പ്രവൃത്തിയിലോ ഒക്കെ നമ്മളിലേക്ക് പലതും പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയാണ് എല്ലാത്തിൻ്റെയും മാതൃക. ഒരു വ്യക്തിയും അങ്ങനെ എല്ലാത്തിനും അതീതനായിട്ട് ഒരു വ്യക്തിയും ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലാകും. അങ്ങനെ ഒരിതാണ് മോദിജി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ ഈ രീതിയിലെത്തിച്ചു. BJP സാധാരണ നിലയിൽ എന്താ, ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തിയാൽ ആ രാഷ്ട്രീയ പാർട്ടി ശോഷിക്കും, ഇൻറ്റേർണലി ശോഷിക്കും. ആദർശപരമായി, സംഘടനാപരമായി, അതിൻ്റെ ഒരു മോറൽ വാല്യൂസ് ഇതെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ കോൺഗ്രസ്സിനെ അറിയാമല്ലോ. കോൺഗ്രസ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അമൂല്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത്രയും മഹത്വപൂർണ്ണമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അതിനു മുമ്പ് കാണുന്നില്ല. പക്ഷേ ആ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ മൂല്യശോഷണം ഇങ്ങനെ സംഭവിക്കുകയല്ലേ. പക്ഷേ BJP അധികാരത്തിലെത്തുമ്പോൾ മൂല്യങ്ങൾ അധികാരത്തിനനുസരിച്ച് ശക്തിപ്പെടുത്തുന്ന ഒരു വാല്യൂ, പവർ പൊളിറ്റിക്സിനനുസരിച്ച് വാല്യൂവും ഉയർത്തുന്ന ഒരു പുതിയ മാതൃകയാണ് BJPയുടെ. അതൊക്കെ സൃഷ്ടിച്ചത് നരേന്ദ്രമോദി, അമിത്ഷാ ഇങ്ങനെയുള്ളവരുടെ ദീർഘവീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ മാതൃകയാണ്, അതിൽ സംശയമില്ല. അത് BJPക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ലോകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലേക്കെത്തുന്ന, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ അപജയം സംഭവിക്കുന്നല്ലോ, കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അപജയം സംഭവിക്കുന്നു, BJP അധികാരത്തിലെത്തുമ്പോൾ അപജയം സംഭവിക്കുന്നില്ല, അതിനനുസരിച്ചുള്ള മൂല്യബോധം ശക്തിപ്പെടുത്തുന്നു. ഇതാണ് BJP എന്ന് പറയുന്ന അത്ഭുതം. ആ അത്ഭുതത്തിനകത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര നമ്മളുടെയൊക്കെ മനസ്സിൽ പൊതുസമൂഹത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഐശ്വര്യം, നമ്മൾ അറിയാത്ത ഒരുപാട് പേര് നമ്മൾ സ്വാധീനിക്കും. ഇപ്പം പേര് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് അവരെ അറിയണം എന്നില്ല. ഞങ്ങളുടെ ചോദ്യം, ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. എന്ന് വെച്ചാൽ രണ്ടുപേരും തുടങ്ങുന്ന സമയത്ത് അഭിഭാഷകരാണ്, അറിയാമല്ലോ. ഫസ്റ്റ് ലൈഫ് നമ്മുടെ ഒരു സ്റ്റേജിൽ നമുക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല, രണ്ട് കുടുംബവും ദരിദ്ര കുടുംബം. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഒരുപാട് വലിയ കുടുംബത്തിൻ്റെ പിന്തുണയോ ഒരുപാട് സാമ്പത്തിക സഹായമൊന്നും അവർക്ക് ചെയ്തു തരാൻ, അങ്ങനെ നമ്മൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് BJPയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മൂന്തേട്ടനാണ്. അപ്പം മൂന്തേട്ടൻ ഭയങ്കര കാര്യമാണ്. ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, അഞ്ചു
മോൾക്ക് സെറിലാക്കൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു മുന്നേട്ടാ അല്ല അവൾക്ക് പാലൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടോ? അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം നമ്മൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം നമുക്ക് ഭയങ്കര സങ്കടം വരും. അത് സന്തോഷം കൊണ്ടുണ്ട്, കാരണം നമ്മളെ അന്വേഷിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളൊരിത്. എന്നിട്ട് നാളെ നീ ആ ഗിരീഷിനെ ഒന്ന് വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകണം, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഒരു 10 മണിയാകുമ്പോൾ നീ ഒന്ന് പോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ജോലി എന്നുള്ള ഇതിലേക്ക് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അന്ന് മുന്നോട്ട് എൻ്റെ അടുത്ത് പറയും, നീ അവനെ നമ്പരുത്, കാരണം അവൻ ജോലി ചെയ്ത് പൈസ കൊണ്ടുവരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം മുന്നോട്ടാ, അപ്പം നീയാണ് ജോലി ചെയ്ത് അല്ലെങ്കിൽ കുടുംബം നോക്കേണ്ടത് നീയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു ബാധ്യതയല്ല. കുടുംബകാര്യം നോക്കുന്നത് അഞ്ചരയാണ്, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അല്ല, അതൊരു ബാധ്യതയായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും ഈ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എടുത്ത തീരുമാനങ്ങളിലൊന്ന് അത് തന്നെയായിരുന്നു. കാരണം രണ്ടുപേരും ഒരേ സമയം സാമൂഹ്യ പ്രവർത്തകരാണ്, പക്ഷേ രണ്ടുപേർക്കും നമുക്ക് ജീവിക്കാനൊരു വരുമാനം വേണം. അപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം എന്ന ഉറപ്പ് ഞാൻ അന്നേ സുരേഷിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീട്ടിൻ്റെ ഉത്തരവാദിത്തം എടുക്കുകയും വേണം, എന്നാൽ സമൂഹ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന വലിയൊരു, പക്ഷെ അതിന് എനിക്ക് 100% പിന്തുണ സുരേഷ് ചേട്ടനാണ്. ഇപ്പോൾ BJP നോക്കിക്കാണുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു തീരുമാനമെടുക്കുന്നത് നിർണായക ശക്തിയാവും. പക്ഷെ എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്? അല്ല, എനിക്ക് എൻ്റെ ഒരു യോഗം എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു യോഗം, എനിക്ക് പാർട്ടി പ്രവർത്തകരെ അധികാരത്തിലെത്തിക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ എൻ്റെ തല വരെ എങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ അധികാരത്തിലേക്ക് എത്താൻ ശ്രമിച്ചാൽ എനിക്ക് മാത്രമേ അധികാരത്തിലെത്താൻ പറ്റൂ. പക്ഷേ ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മേയറെ സൃഷ്ടിക്കാൻ സാധിക്കും. O രാജഗോപാലിൻ്റെ പോലുള്ളൊരു മഹാമനുഷ്യനെ, 16 പ്രാവശ്യം തോറ്റ മനുഷ്യൻ, തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരിക്കും നേമത്ത് മത്സരിച്ചു, ആദ്യമായിട്ട് ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ പോലും MLA ആക്കാൻ സാധിക്കുന്നതിനൊരു നിമിത്തമാകാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖറും ഞാനുമായിരുന്നു ചാർജ്. മേയറും ഡെപ്യൂട്ടി മേയറും 50 കൗൺസിലർമാരെ ഉണ്ടാക്കാൻ സാധിച്ചു. എൻ്റെ പഞ്ചായത്തിൽ എനിക്ക് 2 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരെ സൃഷ്ടിക്കാൻ സാധിച്ചു. എനിക്ക് ആദ്യത്തെ BJPയുടെ ABVPയുടെ സെനറ്റ് മെമ്പർ മഹേഷ് ചന്ദ്രനെ സെനറ്റിലേക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് ഞാൻ പുറത്തു നിന്ന് ഈ പ്രവർത്തനം നടത്തിയാൽ എനിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങൾ എൻ്റെ പ്രസ്ഥാനത്തിന് നേടിക്കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. എനിക്കുള്ളത് എൻ്റെ പ്രസ്ഥാനം എനിക്ക് തരേണ്ട സമയത്ത് തന്നോളൂ. എനിക്കതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠയില്ല. എൻ്റെ കഴിവിൽ അല്ലെങ്കിൽ എൻ്റെ എനർജിയും എൻ്റെ കഴിവും എനിക്കുള്ളിടത്തോളം കാലം ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. എനിക്കുള്ളത് സംഘടന തരട്ടെ, പക്ഷേ എൻ്റെ കഴിവ് സംഘടനയ്ക്ക് ഞാൻ കൊടുക്കേണ്ട അവസരം പൂർണ്ണമായിട്ട് കൊടുക്കുക. അതിൻ്റെ പേരിൽ കുറേ MLA ജയിക്കട്ടെ, നാളെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ, അതൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ ഭാഗമല്ലേ ഞാൻ. ഈ ABVPയിൽ ഈ സമരം നടന്ന സമയത്ത് ഓടയിൽ വീണിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് എനിക്ക് 20 മുതൽ 25 വരെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ശരീരം. അതാണ് അതെ ഒരു 20-ഓ 25-ഓ ഒക്കെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇടപെട്ട് ചോദിക്കാൻ കാരണം. അപ്പോൾ എന്നോട് ജയിലിൽ കിടന്നിട്ടുണ്ട്, തിരുവനന്തപുരത്തെ 2 ജയിലിലും കിടന്നിട്ടുണ്ട്, വേറെ ഒരിടത്തും കിടന്നിട്ടില്ലെന്നേ ഉള്ളൂ. തിരുവനന്തപുരത്തെ 2 ജയിലിലും കിടന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിവിടെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാൽ എൻ്റെ ഇതിപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, അത് പറയാം ഞാൻ എന്തായാലും. അത് പൊതുജനത്തിനോട് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ തവണ സുരേഷ് ചേട്ടനായിരുന്നു കോവളത്ത് സ്ഥാനാർത്ഥിയെന്ന്, കാരണം നമ്മുടെ ഇൻറ്റേർണൽ ടോക്കിൽ സുരേഷാണ് എന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ ഇലക്ഷൻ പ്രവർത്തനത്തിന് നമുക്കും ഗ്രൗണ്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സാമുദായിക നേതാക്കന്മാരെയൊക്കെ കാണണമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി പാർട്ടിയിൽ നിന്ന് പച്ചക്കൊടി തന്നു, ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയി, അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാ ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത് സുരേഷ് ചേട്ടനല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അത് ഗരുഡ ചന്ദ്രശേഖറാണ്, വിഷ്ണുപുരം ചന്ദ്രശേഖറാണ്. അപ്പം എനിക്ക് വിഷമം തോന്നി, കാരണം നമ്മളൊരു ഗ്രൗണ്ട് വർക്ക് അല്ലെങ്കിൽ നമുക്ക് തോന്നില്ല. അപ്പം ഞാനിങ്ങനെ അയ്യോ സുരേഷ് ചേട്ടനല്ലേ, അപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞാൽ അല്ല, അദ്ദേഹത്തിനെ പ്രഖ്യാപിച്ചു, ഇപ്പം സ്ഥാനാർത്ഥി ഇത് വന്നു, എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കുകയാണ്. അപ്പം സുരേഷ് ചേട്ടൻ അത് നേരത്തെ തീരുമാനിച്ച ബാലരാമപുരത്ത് കോവളം മണ്ഡലത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്.
അപ്പോൾ സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ പൂന്തൂർ ശ്രീകുമാരേട്ടൻ വരുന്നു. അപ്പോൾ ശ്രീകുമാരേട്ടൻ വന്നിട്ട് ദേഷ്യപ്പെട്ട് നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്നല്ലേ നമ്മൾ വിചാരിച്ചത്, ഇപ്പോൾ വേറെ ആൾ വന്നിരിക്കുന്നു, ഞാനൊന്നും പോകണില്ല, എന്തോന്ന് ഇത് എന്നൊക്കെ പുള്ളിയുടെ രോഷം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വണ്ടിയും കൊണ്ടല്ലേ വന്നത്, ഇപ്പോൾ അവിടെ 3 മണിക്ക് മീറ്റിംഗ് തുടങ്ങും, നമുക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ചേട്ടൻ പോകണോ, പിന്നെ ഞാനല്ല അവിടെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ കാറിൽ കയറിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പം തിരിച്ച് പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ശ്രീകുമാരേട്ടൻ എന്നോട് പറയാണ് ഇയാൾ മനുഷ്യനല്ല. അപ്പം ഞാൻ എന്ത് പറ്റിയേട്ടാ, ഇയാൾ അവിടെ ചെന്ന് എന്തൊരു പ്രസംഗമായിരുന്നു, ആൾക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, ഇയാളുടെ മനസ്സിലേക്ക് വികാരങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞു ശ്രീകുമാരേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതങ്ങനെയാണ് എന്ന് പറഞ്ഞു. സുരേഷ് ചേട്ടൻ നോർമൽ ഓക്കെ ആണല്ലോ, പിന്നെ എനിക്കതിനകത്ത് പിന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടായത് അതിന് ശേഷമല്ല, അതിന് മുന്നേ ഇതേപോലെ സുരേഷ് ചേട്ടനാണ് കോവളത്തെ സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും പറയുന്നു. ഞങ്ങളും ആ സുരേഷ് ചേട്ടനാണ് സ്ഥാനാർത്ഥി. 2016 അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മണ്ഡലം BDJS കൊടുത്തു. അപ്പം സുരേഷ് ചേട്ടാ സ്ഥാനാർത്ഥി, അല്ല ഞാനല്ല സ്ഥാനാർത്ഥി, TN സുരേഷാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോവളത്തിൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ, അപ്പോൾ ഇലക്ഷൻ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണത്തിന് എന്നെ വിളിച്ചു. അപ്പോൾ ഈ സുരേഷിൻ്റെ വൈഫുണ്ട് പ്രിയ. അപ്പോൾ പ്രിയ ഞാൻ വരുമോ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു സമയത്ത് പോകണം, അവിടെ നന്നായി സംസാരിക്കണം, ഒരു പോയിന്റും വിട്ടുപോകരുത്, ഈ പോയിന്റ് പറയണം, ആ പോയിന്റ് പറയണം, ഇങ്ങനെ തന്നെ ക്ലാസ്സൊക്കെ എടുത്ത് വിട്ട് ഞാൻ അവിടെ ചെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റ് തട്ടിയെടുത്തേക്കാ. BDJS ഭയങ്കര സമ്മർദ്ദം ചെലുത്തിയിട്ട് ഞാൻ ജില്ലാ പ്രസിഡന്റ് എൻ്റെ സീറ്റ് അവർക്ക് വേണം എന്ന് നിർബന്ധം പിടിച്ച് ഞാൻ കൊടുത്താ. അപ്പോൾ ഞാൻ അവിടെ പോയി ഈ ഇലക്ഷൻ കൺവെൻഷൻ്റെ ഉദ്ഘാടനത്തിൽ മുഖ്യപ്രഭാഷണം ഞാൻ സംസാരിച്ച് കഴിഞ്ഞത് ഈ പ്രിയ എഴുന്നേറ്റ് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വരുമെന്ന് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഇവിടെ എൻ്റെ സുരേഷ് ചേട്ടന് വേണ്ടിയിട്ട് സംസാരിക്കുമെന്ന് വിചാരിച്ചില്ല, കാരണം നിങ്ങളുടെ സുരേഷ് ചേട്ടന് കിട്ടേണ്ട സ്ഥാനമല്ലേ എൻ്റെ സുരേഷ് ചേട്ടന് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു പ്രിയ സംഘടന തീരുമാനിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രിയയ്ക്ക് ഞാനൊരു ക്ലാസ്സൊക്കെ എടുത്തു. ഇന്നലെ ഇതേ TN സുരേഷ്, ഈ സംഭവമൊക്കെ ഞാൻ മറന്നുപോയി, 2016 എന്താണ് ഇത് നടന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇന്നലെ TN സുരേഷ് വീട്ടിൽ വന്നു. ഇന്നലെ വെള്ളായണി പൊങ്കാല ആയതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അഞ്ജന പ്രിയ ഇപ്പോഴും പറയും അന്നത്തെ ആ കാര്യം, പ്രിയയുടെ മനസ്സിൽ ഇയാൾക്ക് ഭയങ്കര ഇതാണ്, പ്രിയയ്ക്ക് അന്നത്തെ ആ ഒരു ഇത് ഇപ്പോഴും പ്രിയ പറയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്നലെ അത് വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. പറഞ്ഞാൽ മതി, ഞങ്ങൾ കുടുംബക്കാരെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ചേട്ടന് മത്സരിക്കാതിരിക്കുന്നതിൽ വിഷമമൊന്നുമില്ല. ഈ മത്സരിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് കരപറ്റിക്കുക എന്നുള്ളതിലാണ്. അതിൽ സുരേഷ് ചേട്ടൻ്റെ ഹാർഡ് വർക്ക് അപാരമാണ്. സുരേഷ് ചേട്ടൻ ഉറങ്ങത്തില്ല, ഭക്ഷണം വേണ്ടെന്ന് വെക്കും. ഞങ്ങളെപ്പോലും സുരേഷ് ചേട്ടൻ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത്തിരി അങ്ങോട്ട് മാറ്റി നിർത്തും. ഞങ്ങൾക്കതിൽ പരാതിയില്ല, കാരണം ആ സമയത്ത് സുരേഷ് ചേട്ടനെ സ്വതന്ത്രനായിട്ട് വിടുന്നതാണ് നല്ലത്. ശരി, ഏതായാലും ചേട്ടാ എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞതുപോലെ ഈ കഠിനമായ വഴികളിലൂടെയാണ് കടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത തവണ അമൃത TV ഇതുപോലൊരു ഒരു അഭിമുഖം നടത്തുമ്പോൾ ചേട്ടൻ ഒരു MLA ആയിരിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കാരണം അത്ര വലിയ സപ്പോർട്ട് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രയത്നങ്ങൾ ഒന്നും കൂടി ഫലം കാണട്ടെ. അതെ, നിരവധി MLA-മാരിൽ ഒരാളായിട്ട് ഞാനും കൂടെ ഉണ്ടാവട്ടെ. അതെ 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 ശരി ചേച്ചി, എല്ലാവിധ ആശംസകളും. താങ്ക് യു. സന്തോഷം.